വിസ്പർ ഓഫ് ദ കോട്ട്. കുളിരുള്ള ഒരു പ്രഭാതത്തിലാണ് കട്ടിലിൻ്റെ മന്ത്രിക്കൽ ഞാൻ ആദ്യമായി തിരിച്ചറിഞ്ഞത്. ഉത്തരവാദിത്വത്തിലേക്ക് എഴുന്നേൽക്കാൻ വിസമ്മതിക്കുന്ന കട്ടിൽ. എന്തുകൊണ്ട് അല്പം കൂടി ഈ സുഷുപ്തിയിൽ ചെലവഴിച്ചുകൂടാ? വിരസമായ ശബ്ദങ്ങൾ കേൾക്കുവാനും, വെറുക്കുന്ന മുഖങ്ങൾ കാണുവാനും, നടന്നു മടുത്ത പാതയിൽ സഞ്ചരിക്കുവാനും, യാന്ത്രികമായി ജോലിയിൽ മുഴുകുവാനും നിനക്കെന്താ ഇത്ര തിടുക്കം? കട്ടിലിൻ്റെ മൃദുവായ മന്ത്രിക്കൽ തികച്ചും നേരായി തോന്നും. ഞാൻ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. കട്ടിലിൽ ശബ്ദമുയർത്തി പറഞ്ഞു, എങ്കിൽ അല്പം കൂടി. മേൽത്തരം മെത്തയും മൃദുവായ പുതപ്പും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് കട്ടിലിൻ്റെ ശബ്ദത്തിന് ഇത്ര മാസ്മരികത എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ കിടന്നുകൊണ്ട് T.S. എലിയട്ടിൻ്റെ ജേർണി ഓഫ് ദ മജായി എന്ന കവിത ഓർത്തു. ജ്ഞാനികളുടെ യാത്ര പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകന്റെ അടുക്കലേക്കാണ്. എങ്ങനെയാണ് ഈ ജ്ഞാനികൾ വിരുദ്ധമായ കാലാവസ്ഥയിൽ യാത്രയ്ക്കുള്ള വെല്ലുവിളി നേരിടുന്നതെന്ന് ഞാൻ ഓർത്തു. ഫോർ എ ജേർണി ആൻഡ് സച്ച് എ ലോങ് ജേർണി, ഫോർ വേസ് ഡീപ്പ് ആൻഡ് ദ വെദർ ഷാർപ്പ്, ദ വെരി ഡെഡ് ഓഫ് വിന്റർ, വിത്ത് ദ വോയിസ് സിംഗിങ് ഇൻ അവർ ഇയേഴ്സ്, സേയിങ് ദാറ്റ് ദിസ് വാസ് ഓൾ ഫോളി. എഴുന്നേൽക്കുന്നത് പോഷത്വമാണെന്ന് കട്ടിൽ ഓർമ്മപ്പെടുത്തുമ്പോഴും ഞാൻ രണ്ടും കൽപ്പിച്ചെഴുന്നേറ്റു. സുവിശേഷം എടുത്തു വായിക്കുവാനിരുന്നു. തളർവാദം പിടിപെട്ട രോഗി യേശുവിനാൽ സുഖം പ്രാപിച്ച് കട്ടിലെടുത്ത് നടക്കുന്ന അത്ഭുതമാണ് വായിച്ചത്. എങ്ങനെയാണ് ഒരുവൻ തളർവാദ രോഗിയാകുന്നതെന്ന് കട്ടിലിൻ്റെ മന്ത്രിക്കലിനെ വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. ദീർഘമായ ഒരുവൻ കട്ടിലിൻ്റെ മന്ത്രിക്കലിൽ അകപ്പെടുമ്പോൾ അവൻ എഴുന്നേൽക്കാൻ കഴിയാതെയാകും, തളർവാദ രോഗിയാകും. കട്ടിലിൻ്റെ ശബ്ദം പോലെ രക്തത്തിൻ്റെ ശബ്ദവും സുഖലോലുപതയുടെ ശബ്ദവും ഒരുവനെ കീഴടക്കുന്നു. ഒരു കാലത്ത് മനുഷ്യർക്ക് വിനോദമായി ഉണ്ടായിരുന്നത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന അമ്പലത്തിലെ ഉത്സവവും പള്ളിയിലെ തിരുനാളും ദേശത്തിൻ്റെ ആഘോഷവും മാത്രമായിരുന്നു. വർഷം മുഴുവൻ ചെയ്യുന്ന കഠിനാധ്വാനത്തിനിടയിൽ കിട്ടുന്ന ഈ അസുലഭ അവസരങ്ങളിൽ സന്ധ്യയാകുമ്പോൾ കുടുംബസമേതം പായയുമായി അമ്പലപ്പറമ്പിൽ സ്ഥാനം പിടിക്കും. പുലരുവോളം നീളുന്ന നാടകവും കഥാപ്രസംഗവും നൃത്തങ്ങളും കണ്ട് ആസ്വദിക്കും. കുട്ടികൾ അതിനിടയിൽ കിടന്നുറങ്ങും, ഇടയ്ക്ക് എഴുന്നേൽക്കും. കുട്ടികൾ ഉത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന അവസരം അതിവരുവോളം ആസ്വദിക്കുന്നു. അന്ന് മാത്രം വാങ്ങാൻ കിട്ടുന്ന കളിപ്പാട്ടങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് മൈതാനത്ത് കുട്ടികൾ ഉറങ്ങുന്നു. ഇന്ന് തിയേറ്റർ പുരയ്ക്കകത്ത് സ്ഥാപിച്ചതോടെ മനുഷ്യർ അധിക സമയവും TV-ക്ക് മുന്നിൽ, കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ചെലവിടാൻ തുടങ്ങി. അതിനു മുന്നിൽ മണിക്കൂറുകളോളം കിടക്കുന്നു, ചാരിയിരിക്കുന്നു, ദൃശ്യങ്ങൾ കാണുന്നു. അവർ ദൃശ്യമാധ്യമങ്ങളാൽ തളർവാദ രോഗികളാകുന്നു. തളർവാദ രോഗത്തെ കീഴടക്കാൻ ഒരാൾ ചെയ്യേണ്ടത് ജ്ഞാനികളുടെ മാതൃകയിൽ എല്ലാ മന്ത്രണങ്ങളെയും വിസ്മരിച്ചും വെല്ലുവിളികളെ അഭിമുഖീകരിച്ചും ആത്മീയ സ്രോതസ്സിലേക്ക് യാത്ര തിരിക്കുകയാണ്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരുവനെ കീഴടക്കിയ കട്ടിലിനെ അവൻ തിരിച്ചു കീഴടക്കി അതിനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതോടെ തളർവാദത്തിൽ നിന്നുള്ള മോചനമായി. അവനെ കീഴടക്കിയ ദുശീലങ്ങളെ, ദുഷ്പ്രവണതകളെ കീഴടക്കുന്ന ആർജവമാണ് ഒരാൾക്കുണ്ടാകേണ്ടത്. ഈ ഉദ്യമത്തിൽ ഒരുവൻ ദൈവത്തിൻ്റെ മാസ്മരികതയിലെത്തുന്നു. അങ്ങനെ വിസ്പർ ഓഫ് ദ കോട്ട്, വിസ്പർ ഓഫ് ദ ഗോസ്പൽ ആയിത്തീരുന്നു.